ബംഗളൂരു യശ്വന്ത്പുര കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് വരെ സർവീസ് നീട്ടി ഉത്തരവിറക്കി. 2 വർഷത്തിലേറെയായി നടത്തിവരുന്ന പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടെന്ന് എം.കെ. രാഘവൻ എം.പി. പറഞ്ഞു. റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലിന്റെ ഗുണമാണ് ഇപ്പോൾ ലഭിച്ചതെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസും വ്യക്തമാക്കി. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് വലിയ ആശ്വാസമാണ് ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇറക്കിയ പുതിയ ഉത്തരവ്. ബംഗളൂരു യശ്വന്ത്പുരയിൽ നിന്നും കണ്ണൂർ വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ കോഴിക്കോടേക്ക് സർവീസ് നീട്ടുമ്പോൾ വരുമാനത്തിലും റെയിൽവേക്ക് ഗണ്യമായ വർധനവുണ്ടാകും. തലശ്ശേരി, വടകര, കൊയിലാണ്ടി എന്നിങ്ങനെ അധിക സ്റ്റോപ്പുകളും ഇതോടൊപ്പം അനുവദിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ കോഴിക്കോടേക്ക് നീട്ടരുതെന്നാവശ്യപ്പെട്ട് മംഗളൂരു എം.പിയുടെ നേതൃത്വത്തിൽ ചിലർ റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നതായും അതെല്ലാം മറികടന്നാണ് ഇപ്പോഴത്തെ തീരുമാനം വന്നിരിക്കുന്നതെന്നും എം.കെ. രാഘവൻ എം.പി. പറഞ്ഞു. 2 വർഷം മുമ്പേ ഹുബ്ലിയിൽ പോയിട്ടാണ് ആദ്യം സൗത്ത് വെസ്റ്റിൻ്റെ ജിഎമ്മിനെ കണ്ടത്. അദ്ദേഹമാണ് അതിനെ കുറേ സഹായിച്ചിട്ടുള്ള ആളുകൾ. അവർ റെക്കമെൻഡ് ചെയ്താണ് ബോർഡിലേക്ക് അയച്ചത്. അതിനുശേഷം ചെന്നൈയിൽ ജിഎമ്മുമായി മീറ്റിംഗ് നടത്തി. ചെന്നൈയിൽ സദേൺ റെയിൽവേ ഹെഡ് ക്വാർട്ടറും റെക്കമെൻഡ് ചെയ്തു. അങ്ങനെയാണ് ഒടുവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വേറൊന്നും ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പേ ഈ ട്രെയിൻ ഇങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലരുടെ സമ്മർദ്ദം മൂലം മംഗലാപുരം എം.പി. റെയിൽവേ മിനിസ്റ്റർ കാണുകയുമുണ്ടായി. ആ പത്രങ്ങളിൽ വാർത്ത വന്നതാണ്. കാരണം എക്സ്റ്റൻഷൻ കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ വളരെ കാലത്ത് ആവശ്യം ഇവിടെ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം യശ്വന്ത്പുര എക്സ്പ്രസ് കോഴിക്കോടേക്ക് നീട്ടിയതിന് പിന്നിൽ താൻ മുൻപ് നടത്തിയ ഇടപെടലുകൾ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന അവകാശവാദവുമായി റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാൻ പി.കെ. കൃഷ്ണദാസ് രംഗത്ത് വന്നു. കർണാടകത്തിലെ ബാംഗ്ലൂരിലെ യശ്വന്ത്പുരത്ത് നിന്നും മംഗലാപുരം വഴി കണ്ണൂരിൽ എത്തിച്ചേരുന്ന തീവണ്ടി അത് കോഴിക്കോട്ടേക്ക് നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. BSC ചെയർമാനായിരുന്ന സമയത്ത് ഇക്കാര്യം റെയിൽവേ വകുപ്പ് മന്ത്രിയെയും അതേപോലെ റെയിൽവേ ചെയർമാനെയും കണ്ട് സംസാരിച്ചു. ഈ ജനുവരി മാസത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് കഴിഞ്ഞ തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോഴിക്കോട്ട് വെച്ച് പറഞ്ഞിരുന്നു. അതിന്ന് പ്രാവർത്തികമായിരിക്കുകയാണ്. മംഗളൂരു ഗോവ വന്ദേ ഭാരത് ട്രെയിൻ കോഴിക്കോടേക്ക് സർവീസ് നീട്ടിക്കിട്ടാനാവശ്യമായ ശ്രമങ്ങൾ തുടങ്ങിയതായി എം.കെ. രാഘവൻ എം.പി. വ്യക്തമാക്കി. കൂടുതൽ മെമു സർവീസ്, അധിക കോച്ചുകൾ എന്നിവ കൂടി കോഴിക്കോടേക്ക് വേണമെന്നും എം.പി. ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.